പേരെന്താണ്? എന്റെ പേര് ഡോക്ടർ വിനു. ഡോക്ടർ വിനു, ഡോക്ടറാണല്ലേ? ആ, ഡോക്ടർ വിനു ആണ്. അപ്പോ വീട് എവിടെയാണ്? വീട് പറവൂർ. പറവൂരാണ്. അപ്പോ ഇവിടുത്തെ ഐസ്ക്രീമിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇവിടുത്തെ ഐസ്ക്രീം സൂപ്പർ അല്ലേ? സൂപ്പറാണ്. പണ്ടത്തെ ഒരു പാല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം. ഇത് എനിക്ക് തോന്നുന്ന ആലപ്പുഴയിലല്ല, ഞാൻ കേരളത്തിൽ തന്നെ വേറെ ഞാൻ കഴിച്ചിട്ടില്ല. നമസ്കാരം, ഞാൻ സോണിച്ചൻ 40 ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പാതിരപ്പള്ളിയാണ്. ഈ സ്ഥലം പാതിരപ്പള്ളി തന്നെയാണ്. പാതിരപ്പള്ളിയാണ്. ഇവിടെ തോപ്പിൽ ബേക്കറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പഴയ ഒരു ബേക്കറിയാണ്, വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ഒരു ബേക്കറിയാണ്. അപ്പോ ഇവിടുത്തെ കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് നല്ല അടിപൊളി ഇവര് തന്നെ ചെയ്യുന്നതാണ്, എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. അപ്പൊ ഇവരുടെ ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസിനൊക്കെ ഇവിടെ ധാരാളം കസ്റ്റമർ വരുന്നുണ്ട്. ഈ നാട്ടിലുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതുപോലെ 4 മണിക്കത്തെ ചായക്ക് കടിയായിട്ടൊക്കെ ഇവിടെ വന്ന് മേടിക്കും ഡെയിലി. അതുകൂടാതെ ഔട്ട്സൈഡിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ഈ ബേക്കറിയിൽ, തോപ്പിൽ ബേക്കറി വന്നിട്ട്, പാതിരപ്പള്ളിയിലുള്ള ഈ തോപ്പിൽ ബേക്കറി വന്നിട്ട് ഇവിടുന്ന് വാങ്ങി, ഈ പറഞ്ഞ ഇപ്പൊ നമ്മളൊരു ചേച്ചിയെ കണ്ടില്ലേ, ആ ചേച്ചിയുടെ വീട് കുറച്ച് ദൂരെയാണ്. ഇവിടുന്ന് മേടിച്ചിട്ടാണ്, ഈ സ്ഥലത്തുനിന്ന് ഈ ബേക്കറി വന്നിട്ട് സാധനം മേടിച്ചിട്ടാണ് ആ മകളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇതുപോലെ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഓണറോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. തോപ്പിൽ ബേക്കറിയുടെ ഓണറാണ് ഈ നിൽക്കുന്നത്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് അശോകൻ. അശോകൻ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത് ഈ ബേക്കറിയെ പറ്റിയൊക്കെ ആധികാരികമായിട്ട്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അല്ലേ ചേട്ടാ? ഇവിടെ ഇപ്പൊ എത്ര വർഷമായി ഈ ബേക്കറി? ഇവിടെ പാതിരപ്പള്ളിയിൽ തുടങ്ങിയിട്ട് 31 വർഷം. 31 വർഷമായിട്ട് നിങ്ങൾ ഈ പാതിരപ്പള്ളി തോപ്പിൽ ബേക്കറി ഇവിടെ ഉണ്ട്. ഞങ്ങൾ എസൽപുരത്ത് എസൽപുരത്ത് ആദ്യം തുടങ്ങിയത് അവിടെ പ്രദേശം എല്ലാവരും കൂടെ. നിങ്ങൾ എല്ലാവരും കൂടെ കൂടി അവിടെ തുടങ്ങി. ഞാൻ ഈ 94 ഇവിടെ വന്ന് ഈ പാതിരപ്പള്ളി തുടങ്ങിയത് 94 ഇപ്പൊ ഏതാണ്ട് ഒരു 31 വർഷമായി. അപ്പോ ഇവിടെ അത്യാവശ്യം നല്ല കസ്റ്റമറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളെ ചെയ്യാവുന്ന സാധനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു വിശ്വസ്തതയാണ് അല്ലെ. ഞാനിപ്പോ ഇവിടെ 1-2 പേരോട് പേഴ്സണലി പുറത്ത് ചോദിച്ചു. അപ്പൊ അവരെല്ലാം പറയുന്നത് അവരുടെ ആ സാധനത്തിന്റെ ക്വാളിറ്റിയാണ്. ഞങ്ങള് ഒരു ഒരു ബോർഡ് പോലും ഞങ്ങളുടെ ഇല്ല, വെച്ചിട്ടില്ല. ഞാനും അത് ശ്രദ്ധിച്ചു കേട്ടാ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഈ ബോർഡ് എന്ന് വെച്ചാൽ സ്കീ ഐസ്ക്രീമിന്റെ ഒരു ചെറിയ ബോർഡിലാ. പക്ഷെ ഈ ചെറിയൊരു ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും കസ്റ്റമറെ കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ചില കുറച്ചുകൂടെ നിങ്ങളൊരു നല്ല ഒരു ബോർഡൊക്കെ ഇവിടെ വെക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര ആള് കയറും. പക്ഷെ നിങ്ങൾ ഈ വാമൊഴിയായിട്ടാണ്, അറിഞ്ഞു കേട്ടാണ് നിങ്ങളുടെ ഈ ബേക്കറിയിലേക്ക് ആള് വരുന്നത്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ല, കൂടുതൽ വികസിപ്പിക്കാനൊന്നും ആഗ്രഹമില്ല. ഒന്നാമത് അസുഖവും ഇതൊക്കെയാണ്. അപ്പൊ നമ്മളുടെ ഇവിടെ രീതിയിലൊക്കെ പോയാൽ മതി. അത്യാവശ്യം നമുക്ക് ഇവിടെ കസ്റ്റമർ ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അളവുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ വന്ന ഒരു കസ്റ്റമർ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ആദ്യം ചോദിക്കാം. പേരെന്താണ് ചേട്ടാ? ശരൺ. വീട് എവിടെ ചേട്ടാ? ഇവിടെ അടുത്ത് തന്നെ. അപ്പോ ഈ ബേക്കറിയിൽ ഇടയ്ക്ക് വരുന്ന അല്ലേ? വരുന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ ബേക്കറിയിലെ എല്ലാ സാധനങ്ങൾക്കും ഒരു പ്രത്യേക ടേസ്റ്റാന്നൊക്കെയാണ് ഇവിടെ ഉള്ളവരെ ഇപ്പൊ വന്ന് കഴിക്കുന്നവരൊക്കെ പറയുന്നത്. തീർച്ചയായും. അപ്പോ നിങ്ങളിപ്പം വന്ന് എന്ത് മേടിക്കാനാ? ഐസ്ക്രീം. ചേട്ടന് ഇവിടെ ഐസ്ക്രീം നമ്മുടെ ഒരു കപ്പിലേക്ക്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കപ്പിലേക്ക് നിറയ്ക്കുകയാണ്. മേടിക്കാൻ അല്ലേ? അപ്പൊ ഇവിടെ വന്ന് ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഐസ്ക്രീം ഒക്കെ? നല്ല ഐസ്ക്രീമാ. പിന്നെ ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ എങ്ങനെയാ? എല്ലാം നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമൊക്കെയാണ്. അതുപോലെ ഇവരിവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ വന്ന് മേടിക്കുന്നതിന്റെ മെയിൻ കാരണം അത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാനും ഐസ്ക്രീം, കാരണം ഇവിടുത്തെ ഐസ്ക്രീം വരുന്നവരെല്ലാം കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇവിടെ ഐസ്ക്രീം. അപ്പൊ ഞാനും ഒന്ന് കഴിച്ചു നോക്കണം. അപ്പൊ അതൊന്ന് എനിക്കും ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് ഓണർ വെച്ചു. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഇത് നിറച്ചുണ്ട് കേട്ടോ, ഇത് ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. നല്ല കുത്തി നിറച്ചാണ് തരുന്നത്. കിടിലൻ ടേസ്റ്റാണ്, നല്ല അടിപൊളി. എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റിയതാണ്. അതായത് മുതിർന്നവർക്ക് കഴിക്കാം, കുട്ടികൾക്ക് കഴിക്കാം, ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവരിവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കഴിച്ചാലും മടുക്കില്ല, കാരണം അത്രയ്ക്ക് രുചിയേറിയ ഐസ്ക്രീമാണ്.
അപ്പോൾ ഞാൻ ഈ പാതിരപ്പള്ളിയിലെ തോപ്പിൽ ബേക്കറിയിൽ ഞാനും വന്ന് ഐസ്ക്രീം കഴിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നാച്ചുറൽ ആണ്, അതായത് വീട്ടിലുണ്ടാക്കുന്ന ഐസ്ക്രീം. നമ്മൾ മറ്റതെന്ന് പറഞ്ഞാൽ മേടിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ വരുന്ന കസ്റ്റമറുടെ ഒരു സംതൃപ്തിയാണ് നോക്കുന്നത്. അതായത് ഇവർ വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു കടയാണ്. അപ്പം ഇവിടെ വരുന്നവരെല്ലാം ഞാൻ സംസാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇവര് സ്ഥിരമായിട്ട് വരുന്നവരാ. കാരണം എന്താ വെച്ചാൽ ഈ ബേക്കറിയോടുള്ള അവരുടെ വിശ്വാസമാണ്. അപ്പോ ഞാൻ പറഞ്ഞ ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, പിന്നെ വാമൊഴിയായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നു. അപ്പോ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. കാരണം ഇവര് ഫ്രഷായിട്ട് ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കി ഇവര് വീട്ടിലുണ്ടാക്കുന്നതാണ്. അതായത് മിക്സർ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ സ്നാക്സ്, എന്ത് ഇതാണെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തൊക്കെയായാലും അവരിവിടെ ഉണ്ടാക്കുന്ന പ്യുവർ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൂടാതെ പിന്നെ അലുവ നിങ്ങളുടെയാണോ? ആ, കരുനാഗപ്പള്ളിയിൽ നിന്ന് വരും. അപ്പോൾ അങ്ങനെ ഇവരുടെ ഹോം ഡെലിവറി, ഇവരുടെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഐസ്ക്രീം ഫേമസ് ആണ്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഈ കടക്കാരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ കടയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ പറഞ്ഞ കുറഞ്ഞ റേറ്റ് ഒക്കെ ഉള്ളൂ. നമുക്കറിയാം ഈ ഐസ്ക്രീം ഒക്കെ 40 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ പുറത്ത് ഇതിനേക്കാളും ഒക്കെ ഡബിൾ ചാർജ് ഒക്കെയാണ് പലരും ഈടാക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ വിശ്വസ്തയോടെ മേടിച്ച് കഴിക്കാം. നല്ല സാധനമാണ്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുന്നത്, നല്ല സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങണമെങ്കിൽ ഇവിടെ വരിക. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോയ്ക്കൊക്കെ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ കടയിലൊക്കെ ഒന്ന് വരിക. വന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് നമ്മളുടെ ഈ വീഡിയോയ്ക്ക് താഴെയൊക്കെ കമന്റ്സ് അറിയിക്കണം. അതല്ലെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ഓരോരുത്തരുടെയിലും ഉണ്ട്. അതിലൊക്കെ നിങ്ങളുടെ മെസ്സേജ് നമ്മളെ അറിയിക്കുക. അപ്പോ നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.